ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസിൽ ടാൻ മാറ്റാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഞാൻ ജെൻസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ടാനിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എന്ത് ജോലി ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വെയിലത്ത് പോകുന്ന ജോലിയാണ്, അത് ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ടാൻ ഭയങ്കരമായി ഏറ്റിട്ടുണ്ടായിരുന്ന സമയത്ത് സ്കിന്ന് നോക്കത്തേയില്ല. ഞാനും അത് ശ്രദ്ധിക്കത്തില്ല, അത് തന്നെയാണ് സത്യം. പക്ഷെ ഭയങ്കരമായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് തമ്മിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം വെയിലത്ത് പോകുന്ന ജോലിയായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടായ വ്യത്യാസം, അതും ആ ഫോട്ടോയിൽ ഞാൻ തമ്മിൽ ഇട്ടിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് വന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കിൻ കെയർ ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്തിടുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ ഒരു മനസ്സ് വേണം. അപ്പോൾ ചിലർ ചിന്തിക്കും, കൂലിപ്പണി ചെയ്യുന്ന എനിക്കെന്തിനാണ് സ്കിൻ കെയർ? അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടെ സ്കിൻ പ്രിയപ്പെട്ടതാവണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ശമനം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിന്, എൻ്റെ ഹസ്ബൻഡിന് മാറ്റിയ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആദ്യം സജസ്റ്റ് ചെയ്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്ത സൺസ്ക്രീൻ, പുള്ളിക്കാരുടെ സ്കിൻ നോർമൽ സ്കിന്നാണ്. അപ്പോൾ നോർമൽ സ്കിന്നുള്ളവർക്കാണ് ഇത് കൂടുതൽ ആപ്റ്റ് ആവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഇതാണ്, അൾട്രാഷെയറിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് ഡെയിലി, അതായത് കുറേ നാളുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് രാവിലെ ഫേസിലിട്ടിട്ട് പോകും, കൂടെ കൊണ്ടുപോകും. കാരണം എപ്പോഴും വെയിൽ കൊള്ളുന്ന ജോലിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കുറേ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ഫേസ് വാഷ് ചെയ്ത് വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയും മാറ്റം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏത് സൺസ്ക്രീനാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് അത് കണ്ടുപിടിച്ച് അത് കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഒരു നേരം ഇട്ടാൽ പോരാ, കാരണം സ്വെറ്റ് ആവുന്നതാണ് നമ്മുടെ ഫേസ്. നമ്മൾ വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും വേർക്കും. അപ്പോൾ ഏതെങ്കിലും 2 നേരമെങ്കിലും, അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും ഇടാൻ ശ്രദ്ധിക്കണം. സാധാരണ സൺസ്ക്രീൻ 2 മണിക്കൂർ ഇടവിട്ട് റീടച്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ജോലിക്കാർക്കത് നടക്കത്തില്ലല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ ഇടാൻ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമ്മുടെ ഫേസിലുള്ള ടാൻ ഏറെ ഒരു 80% എങ്കിലും റിമൂവ് ആവും. 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇതിന് സൺസ്ക്രീൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസർ ഒന്നും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചത്, ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കണ്ണിന് ചുറ്റാണ് വെയിലടിക്കുന്നത് കണ്ട് കണ്ണിന് ചുറ്റും കറുപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കെമിസ്റ്റ് പ്ലേയുടെ അണ്ടർ ഐ ക്രീമാണ്. ഇതാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ബാക്കി ഡീറ്റെയിൽസ് വേറെ സൈഡിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടാവണം. അപ്പോൾ ഇതാണ്. ഞാൻ ഇതിൻ്റെ റേറ്റ് 300 സംതിങ് എന്തോ ആണ്. ഇതാണ് കണ്ണിന് ചുറ്റും ഡാർക്ക്നെസ് കുറയ്ക്കാൻ സഹായിച്ചത്. ഇതാണ്. ഇത് രാവിലെ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ ഇതിട്ടിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത്. പിന്നെ ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇട്ടിട്ട് കിടക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഏതാണോ അത്. അണ്ടർ ഐ ക്രീം ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾ, അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സൺസ്ക്രീനും അണ്ടർ ഐ ക്രീമും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ 100% ഉറപ്പ് നമ്മുടെ ഫേസിലെ 80% വരെയുള്ള ടാനും റിമൂവ് ആവാൻ സഹായിക്കും. അദ്ദേഹത്തിന് വന്ന മാറ്റം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണും. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ അത്രയും വ്യത്യാസം വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഏത് ജോലിക്ക് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഇപ്പോൾ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് എന്ത് സൗന്ദര്യമൊന്നും അങ്ങനെയല്ല. സൗന്ദര്യമല്ല, നമ്മുടെ സ്കിൻ, നമ്മുടെ യഥാർത്ഥ സ്കിൻ ടോൺ കാണണ്ടേ? കാണണം. അങ്ങനെ വിശ്വസിച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.